പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസുകളായിരുന്നു. നമ്മൾ പല ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ചാപ്റ്ററിലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അക്കൗണ്ടിംഗ് ഇക്വേഷൻ, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പെറ്റി ക്യാഷ് ബുക്ക് തുടങ്ങി ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളും, കൂടാതെ അതിന്റെ കോസ് ഓഫ് ഡിഫറൻസസ്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാരണങ്ങൾ, അതായത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചെയ്യാം. കൂടുതലായിട്ടുള്ള ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസും ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അപ്പം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ടുകൾ എഴുതുക, കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു പഠിക്കുക. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓഫ് പാസ്ബുക്ക്, ക്യാഷ് ബുക്ക്, ബോത്ത് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്, നൺ ഓഫ് ദിസ്. എന്താണ് ആൻസർ വരിക? ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓഫ്, രണ്ട് ബാലൻസുകൾ നമ്മൾ അതിൽ നോക്കാറുണ്ട് അല്ലെ. ബോത്ത് ഏതൊക്കെയാണ്? പാസ്ബുക്ക് മാത്രമാണോ, ക്യാഷ് ബുക്ക് മാത്രമാണോ? ബോത്ത് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് ആണ്, നൺ ഓഫ് ദീസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ബോത്ത് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് അല്ലെ. നമ്മൾ രണ്ടും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഡിഫറൻസ് നമ്മൾ കണ്ടെത്തുന്നത്. A passbook is a copy of customer's account, bank column of cash book, cash column of cash book, copy of receipt and payment. Passbook എന്ന് പറയുന്നത് is a copy of, എന്താണ്? കോപ്പി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിന്റെ കോപ്പിയാണോ? ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ആണോ? ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് കോളം ആണോ? കോപ്പി ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? പാസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോപ്പി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, കസ്റ്റമേഴ്സ് അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ് അല്ലെ. ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാവും, അതിന്റെ ഒരു കോപ്പി ആണ്, കസ്റ്റമേഴ്സ് അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ് പാസ്ബുക്ക് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, നമുക്ക് പാസ്ബുക്ക് ഒക്കെ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അല്ലെ. നമ്മുടെ അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ് എന്ത്? കോപ്പി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, കസ്റ്റമേഴ്സ് അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ഏത് സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും ഡിഫറൻസ് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ റീസൺസ് എന്തെല്ലാമാണെന്ന് കണ്ടെത്തി അതിനെ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ അതിന്റെ എൻട്രീസ് ഒക്കെ കമ്പയർ ചെയ്ത് നമ്മളൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും അല്ലെ. ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നമ്മുടെ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും എഗ്രി ആവണമെന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ റീസൺസ് കണ്ടെത്തി എന്താണ് അതിന്റെ ഡിസഗ്രിമെന്റിന്റെ റീസൺസ്, അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് എൻട്രി ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിലെ അതുപോലെ തന്നെ പാസ്ബുക്കിലെ എൻട്രീസ് നമ്മൾ പരിശോധിച്ച് നോട്ട് ഡൗൺ ചെയ്ത് നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ടെത്തി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിപ്പയർഡ് ബൈ, ആരാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ആരാണ്? ബിസിനസ്മാൻ, ഡെപ്റ്റർ ഓർ അക്കൗണ്ട് ഹോൾഡർ അല്ലെ. നമ്മൾ അതിന്റെ മീനിങ്ങിൽ പറയുന്നുണ്ട്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡെപ്പോസിറ്റർ അല്ലെ. ഡെപ്പോസിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡെപ്പോസിറ്റർ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ആവാം, ബിസിനസ്മാൻ ആവാം, ഡെപ്റ്റർ ആവാം, അക്കൗണ്ട് ഹോൾഡർ ആവാം. ഓക്കെ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആരാണ്? ഡെപ്പോസിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ പാസ്ബുക്ക് മീൻസ് ഡാഷ് ടു ദ ഡെപ്പോസിറ്റർ. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഡെപ്പോസിറ്ററിനെ സംബന്ധിച്ച് എന്താണ്? അസറ്റ് ആണ്
ഓക്കെ, ഇപ്പൊ നമുക്ക് ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് നമുക്ക് പാസ്ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്, പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെപ്പോസിറ്ററിയെ സംബന്ധിച്ചത് എന്താണ്, അസറ്റ് ആണ്. നോർമലി ദ ക്യാഷ് ബുക്ക് ഷോസ് ഡാഷ് ബാലൻസ്, പാസ്ബുക്ക് ഷോസ് ഡാഷ് ബാലൻസ്. സാധാരണ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് ഓൾവേസ് ഷോസ് ഏതാണ്, ഡെബിറ്റ് ബാലൻസ് അല്ലെ. അസറ്റ് കാണിക്കുന്നത് ഡെബിറ്റ് ബാലൻസും, അപ്പൊ പാസ്ബുക്ക് ഏതായിരിക്കും കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും കാണിക്കുക. ഓക്കെ, നോർമലി എന്താണ് ചെയ്യുക, ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസും, പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും കാണിക്കുന്നത്. Next question, favorable balance as per the cash book means dash balance in the bank column of the cash book. ഫേവറബിൾ ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. നമുക്കറിയാം എല്ലാ അസറ്റുകൾക്കും എന്താണ് വരിക, ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫേവറബിൾ ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. എവിടെയാണ്, ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക്. ബാങ്ക് കോളം, ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തില് ഏതാണ് സേഫ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. Which balance is caused an overdraft of cash book and passbook? ഏത് ബാലൻസ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാവുക, ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും നമുക്ക് ഏത് ബാലൻസ് വന്നു കഴിഞ്ഞാലാണ് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാവുക. എന്താണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ ഡ്രാഫ്റ്റ് മീൻസ് that we have withdrawn more amount than we have at the bank. ബാങ്കിൽ ഉള്ളതിലും കൂടുതൽ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്, നമ്മൾ ഉള്ളതിലും കൂടുതൽ എമൗണ്ട് നമ്മൾ പിൻവലിക്കുകയാണ് ബാങ്കിൽ നിന്ന്, അപ്പോഴാണ് അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് എന്തായിട്ട് മാറും, ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറും. ക്യാഷ് ബുക്ക് നോർമലി നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ എന്ന് പറഞ്ഞു. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റും, പാസ്ബുക്ക് ബാലൻസ് എന്തായിട്ട് മാറും, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് മാറും അല്ലെ. നോർമൽ ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ക്യാഷ് ബുക്ക് ഡെബിറ്റും പാസ്ബുക്ക് ക്രെഡിറ്റും ആണ്. എന്നാൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയും പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് വൺ, എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാഷ് ബുക്ക്, എ പാർട്ട് ഓഫ് പാസ്ബുക്ക്, എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്, എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്. അത് ഒരു ക്യാഷ് ബുക്കിന്റെ പാർട്ടാണോ, പാസ്ബുക്കിന്റെ പാർട്ടാണോ, ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ, കസ്റ്റമർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ. നമ്മൾ പഠിച്ചു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആരാണ്, ഡെപ്പോസിറ്റർ. അപ്പൊ ഇവിടെ ആരാണ് കറക്റ്റ് ആൻസർ ഏതാണ്, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. What do you mean by debit balance in the passbook? The debit balance in the passbook means overdraft. നമുക്കറിയാം പാസ്ബുക്കിന് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെ. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസും പാസ്ബുക്കിന് എന്ത് ബാലൻസാണ് വരുന്നത്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ പറയേണ്ടത്, ഓവർ ഡ്രാഫ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ് 2 reasons for the difference between company's cash book and the bank balance. രണ്ട് റീസൺസ് പറയാ, കമ്പനീസ് ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസ് ആയിട്ട് ഡിഫറൻസ് വരുന്നതിനുള്ള രണ്ട് റീസൺസ്. നമുക്ക് ഒത്തിരി റീസൺസ് അറിയാം, അതിൽ രണ്ട് റീസൺസ് നിങ്ങളോട് പറയാനാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മളോട് രണ്ട് റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു അല്ലെ, നമ്മള് ബിസിനസ് ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷെ അത് പേയ്മെന്റിന് വേണ്ടി പോയിട്ടില്ല. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് കാണിക്കും, അത് കുറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും അല്ലെ, കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. ബാങ്കിൽ അത് പേയ്മെന്റിന് വേണ്ടി പോയി കഴിഞ്ഞാലാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കുറയുള്ളൂ. അപ്പൊ അവിടെ എന്ത് വരും, ഒരു മിസ് മാച്ച് വരും അല്ലെ. ക്യാഷ് ബുക്ക്, അതായത് ബിസിനസിന്റെ ക്യാഷ് ബുക്കിൽ അവരെന്ത് കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി ചെക്ക് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിച്ചു, പക്ഷെ അത് ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ പേയ്മെന്റ് അത് പ്രസന്റ് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, പേയ്മെന്റിന് വേണ്ടി പോയിട്ടില്ല. പേയ്മെന്റിന് വേണ്ടി പോയാൽ മാത്രമാണ് ആ ബിസിനസ് മാൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്കിന് ആ പേയ്മെന്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കുറച്ച് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വന്നു, ഒരു മിസ്മാച്ച് വന്നു. അപ്പൊ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ചെക്ക് പെയ്ഡ്, അതായത് ഡെപ്റ്റേഴ്സ് ആരെങ്കിലും ബിസിനസ് മാന് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക്, അതായത് പൈസ കിട്ടിയതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ബാങ്കിന്റെ അല്ലെങ്കിൽ ബിസിനസ് മാന്റെ ക്യാഷ് ബുക്കില് അവരെന്ത് കാണിക്കുന്നു, അത് ചെക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഇത് ബാങ്കിൽ പോയിട്ട് അതായത് ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, അതിന് ചെക്ക് കളക്ഷന് പോയിട്ട്
അത് ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് ബാങ്കിൽ ഈ എമൗണ്ട് കയറുള്ളൂ അല്ലെ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഒരു മിസ്മാച്ച് സംഭവിക്കുകയാണ് അല്ലെ, അവിടെ ഒരു ഡിഫറൻസ് സംഭവിക്കുകയാണ്. അപ്പൊ എന്താണ്, ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ചെക്ക് പേയ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് എന്നാൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ രണ്ട് ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് ഇവിടെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. What is bank reconciliation statement? A statement prepared to reconcile the bank balance as per cash book with the balance as per passbook. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ റിക്കൺസിൽ ചെയ്യാണ് ബാങ്ക് ബാലൻസ്, ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായി കമ്പയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഷോയിങ് ദ ഐറ്റംസ് ഓഫ് ഡിഫറൻസ്. നമ്മൾ ചില ഐറ്റത്തിൽ നമുക്ക് ഡിഫറൻസ് നമുക്ക് ഉണ്ടാവുന്നു. By preparation of bank reconciliation statement, one of the balance, അങ്ങനെ നമ്മൾ ഡിഫറൻസ് കണ്ടെത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബാലൻസ്, ഐദർ ക്യാഷ് ബുക്ക് ബാലൻസ് ആവാം അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് ആവാം, മേ ബി ഈക്വലൈസ്ഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യണം. അതിനെ ചിലപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടി വരും, മറ്റൊരു അക്കൗണ്ട് ചിലപ്പോൾ ലെസ് ചെയ്യേണ്ടി വരാം. അങ്ങനെ നമ്മൾ ഈക്വലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. അതിനെയാണ് എന്ന് പറയുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? എ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ലയബിലിറ്റി ടു ആൻ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡറെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. When the account holder withdraw excess amount, അക്കൗണ്ട് ഹോൾഡർ വിഡ്രോ ചെയ്യുന്നു, പിൻവലിക്കുന്നു എക്സസ് എമൗണ്ട് ഓവർ his or her available bank balance. അവരുടെ ബാങ്ക് ബാലൻസിൽ ഉള്ളതിലും കൂടുതൽ എമൗണ്ട് അവരെന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. He or she runs a negative balance. അത് മൂലം അവർക്കൊരു നെഗറ്റീവ് ബാങ്ക് ബാലൻസ് ആണ് വരുന്നത്. ഒരു 5000 രൂപയുണ്ടെങ്കിൽ അവര് 5000 രൂപയുണ്ടെങ്കിൽ അവരൊരു 7000 രൂപ പിൻവലിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള 5000 രൂപയാണ് ബാങ്ക് ബാലൻസിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അവർ പിൻവലിച്ചത് എത്രയാണ്, 7000 രൂപയാണ്. അപ്പൊ 2000 രൂപയുടെ ഒരു നെഗറ്റീവ് ബാലൻസ് അവിടെ ഉണ്ടാവുകയാണ്. The negative balance is an obligation to the account holder and is called bank overdraft. Obligation ആണ്, ഒരു ബാങ്ക്, അതായത് ഒരു അക്കൗണ്ട് ഹോൾഡറെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി ആണ്, ഒരു കടമയുണ്ട്. അത് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒരു കടമയുണ്ട് അല്ലെ. ഒബ്ലിഗേഷൻ ആണ് ആരുടെ, അക്കൗണ്ട് ഹോൾഡറെ സംബന്ധിച്ച് അത് തിരിച്ച് അടയ്ക്കണം അല്ലെങ്കിൽ അത് ബാങ്കിന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. In other words, bank overdraft is excess of withdrawal or deposit. ഡെപ്പോസിറ്റിലും അധികം എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ, പിൻവലിക്കുമ്പോഴാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് വരുന്നത്. കോസസ് ഓഫ് ഡിഫറൻസ്. പല സാഹചര്യങ്ങൾ കൊണ്ടും ബാങ്ക് റിക്കൺസിലിയേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷെ അത് പേയ്മെന്റിന് വേണ്ടി പോയിട്ടില്ല. ബിസിനസ്മാനെ സംബന്ധിച്ച് അവരുടെ ക്യാഷ് ബുക്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യും, എന്ത്, ചെക്ക് ഇഷ്യൂഡ്, അതായത് ക്യാഷ് കുറഞ്ഞതായിട്ട് കാണിക്കും. പക്ഷെ അത് എന്താണ്, പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടില്ല. അതായത് പാസ്ബുക്ക് ബാലൻസിലെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് പേയ്മെന്റിന് വേണ്ടി അവിടെ പോകുമ്പോഴാണ് പാസ്ബുക്കിലെ ബാലൻസ് കുറയുക. പക്ഷെ ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പാസ്ബുക്ക് ബാലൻസിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നിരുന്നാലും ക്യാഷ് ബുക്ക് ബാലൻസിൽ കുറവ് സംഭവിച്ചു, പാസ്ബുക്ക് ബാലൻസിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു മിസ്മാച്ച് വന്നു അല്ലെ. അപ്പോൾ ഒരു വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബാങ്ക് റിക്കൺസിലിയേഷൻ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. സെക്കൻഡ് കേസിൽ പറയുന്നത് എന്താണ്, ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബിസിനസ്മാന് ചെക്ക് കൊടുത്തപ്പോൾ അത് ഓൾറെഡി എന്ത് ചെയ്യും, അതപ്പോൾ തന്നെ ബിസിനസ്മാൻ അവരുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും, ചെക്ക് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നാൽ അത് ക്രെഡിറ്റ് ചെയ്യണം, ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് ബാങ്ക് അക്കൗണ്ടിൽ അത് എന്ത് ചെയ്യുക, ആ ബാലൻസ് അല്ലെങ്കിൽ ആ എമൗണ്ട് കയറുന്നത്. അപ്പോൾ ബാങ്കിൽ അത് എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ക്യാഷ് ബുക്കിൽ അത് എന്ത് കാണിച്ചു, ക്യാഷ് ബുക്കിൽ കൂട്ടി കാണിച്ചിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ അത് കയറിയിട്ടില്ല. അപ്പൊ അതായത് ബാങ്ക് ബാലൻസ് കുറവും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലും എന്നുള്ള രീതിയിലാണ് അത് വരിക. അപ്പൊ അങ്ങനെയാകുമ്പോഴും നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒന്നുകൂടി പറയാം, ചെക്ക് പെയ്ഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ചെക്ക് ബിസിനസ്മാന് കൊടുക്കുമ്പോൾ ആ പൈസ കിട്ടിയതായിട്ട്, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയതായിട്ട് കാണിക്കും. എന്നാൽ ബാങ്ക് ബാലൻസിൽ അത് കൂടില്ല, കാരണം ബാങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് ബാങ്ക് ബാലൻസ് അത് കൂട്ടി കാണിക്കാൻ സാധിക്കുള്ളൂ. ബാങ്ക് ബാലൻസിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മിസ്മാച്ച് വരും. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുകയും പാസ്ബുക്കിൽ എന്താണ്, പാസ്ബുക്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, ക്രെഡിറ്റ് ചെയ്യാത്തടത്തോളം കാലം ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു എന്താണ് മിസ്മാച്ച് വരും, ഡിസഗ്രിമെന്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
അവിടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. തേർഡ് വൺ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്കേഴ്സ് ബുക്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു ബാങ്കേഴ്സിന്റെ ബുക്കിൽ, അതായത് പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് ക്യാഷ് ബുക്കിൽ ചെയ്തിട്ടില്ല. അപ്പൊ ബിസിനസ്മാനെ സംബന്ധിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണെന്ന് ബിസിനസ്മാൻ എപ്പോഴാണ് അറിയുക? ബാങ്ക് ഇൻഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാസ്ബുക്ക് കിട്ടുമ്പോഴാണ് അറിയുക. അപ്പൊ ഫസ്റ്റ് ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ബാങ്കിൽ സംഭവിച്ചു. ബാങ്കിൽ പാസ്ബുക്കിൽ എന്ത് ചെയ്തു? അവര് ക്രെഡിറ്റ് ചെയ്തു. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു. എന്ത്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പാസ്ബുക്കിൽ കാണിച്ചു. അപ്പൊ പാസ്ബുക്കിൽ എമൗണ്ട് ആദ്യം കയറുന്നത്. അപ്പൊ പാസ്ബുക്കിൽ കൂടുതലും ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കേഴ്സ് അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ബിസിനസ്മാന്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ കുറവും പാസ്ബുക്കിൽ എന്താണ്? കൂടുതലുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പാസ്ബുക്കിൽ കൂടും, ക്യാഷ് ബുക്കിൽ എന്താണ് ആ ഒരു ബാലൻസ് കൂടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഡിസഗ്രിമെന്റ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അടുത്തത്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എവിടെയാണ്? പാസ്ബുക്കിലാണ്. അതൊരു എക്സ്പെൻസ് ആണ്, ബാങ്ക് എടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് ആദ്യം സംഭവിക്കുന്നത് പാസ്ബുക്കിലാണ്. അപ്പൊ പാസ്ബുക്കിൽ ആദ്യം കുറയും. എന്നാൽ ഈ ബാങ്ക് ചാർജസ് എടുത്തത് ബിസിനസ്മാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബിസിനസ്മാന്റെ ക്യാഷ് ബുക്കിൽ ഇത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ പാസ്ബുക്ക് കുറവും ബിസിനസ്മാന്റെ ക്യാഷ് ബുക്കിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ ബാങ്ക് റീകൺസിൽ ചെയ്യേണ്ടതായിട്ട് വരും. പാസ്ബുക്കിൽ എന്താണ് ചെയ്യുന്നത്? ബാങ്ക് ചാർജസ് പാസ്ബുക്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്ബുക്കിൽ കുറഞ്ഞു, എന്നാൽ ക്യാഷ് ബുക്കിൽ ബിസിനസ്മാന്റെ ക്യാഷ് ബുക്കിൽ അതിൽ കുറവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്ത് വന്നു? ഡിസഗ്രിമെന്റ് വന്നു. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിസോണേഡ്. ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിസോണേഡ്, അതായത് ബിസിനസ്മാൻ കൊടുത്ത ചെക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡിസോണർ ആയ കാര്യം ബിസിനസ്മാൻ അറിഞ്ഞില്ല. ചെക്ക് ക്രെഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ബിസിനസ്മാൻ എന്ത് ചെയ്തു? അവരുടെ ക്യാഷ് ബുക്കിൽ അത് കുട്ടി കാണിച്ചു. അത്ര എമൗണ്ട് അക്കൗണ്ടിൽ വന്നു എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചു. പക്ഷെ അത് പിന്നീടാണ് ഡിസോണർ ആയത്. ഡിസോണർ ആയപ്പോൾ പാസ്ബുക്കിൽ എന്ത് ചെയ്തു? അത് ഡിസോണർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീടാണ് ഡിസോണർ ആയത്. പാസ്ബുക്കിൽ അത് ഡിസോണർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇൻഫോം ചെയ്യാനായിട്ട് ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ബാങ്കിന് പിന്നീടാണ് ബാങ്കിൽ നിന്ന് പിന്നീടാണ് ബിസിനസ്മാൻ ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ആ ഇൻഫർമേഷൻ പിന്നീടാണ് ഈ ബിസിനസ്മാന് കിട്ടുന്നത്. അപ്പൊ ആ സമയത്തോളം എന്താണ്? ബാങ്കിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ കുറവും വരും. അതായത് ഡിസോണർ ആയപ്പോൾ പാസ്ബുക്കിൽ ആദ്യം എന്ത് ചെയ്തു? ബാങ്ക് അത് ആ ഡിസോണർ ആയതുകൊണ്ട് അത് ബാങ്കിൽ ആ എമൗണ്ട് കുറച്ച് കാണിക്കുന്നു. പക്ഷെ അത് ബിസിനസ്മാനെ അറിയിക്കുന്നത് പിന്നീടാണ്. അപ്പോൾ ബിസിനസ്മാന്റെ ക്യാഷ് ബുക്കിൽ അതിൽ ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിസഗ്രിമെന്റ് വരികയാണ്. പാസ്ബുക്കിൽ എന്ത് ചെയ്തു? കുറവും. ക്യാഷ് ബുക്കിൽ എന്താണ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഒരു മിസ്മാച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് വരുമ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അടുത്തത്, ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ ദ ട്രേഡേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. പല കസ്റ്റമേഴ്സും ഡയറക്റ്റ് പേയ്മെന്റ് നടത്താറുണ്ട് ബാങ്കിൽ. അപ്പോൾ പേയ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നടത്തുമ്പോൾ പാസ്ബുക്കിലാണ് കൂടുക, അല്ലെ? അതായത് ബാങ്കിൽ കൊണ്ട് ഡയറക്റ്റ് പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ പാസ്ബുക്കിൽ ഇൻക്രീസ് ചെയ്യും. എന്നാൽ ക്യാഷ് ബുക്കിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. കാരണം ഇത് അറിയുന്നത് എപ്പോഴാണ്? ബിസിനസ്മാൻ അറിയുന്നത് എപ്പോഴാണ്? ഇത് ബാങ്ക് വഴിയാണ് ബിസിനസ്മാൻ അറിയുന്നത്. അത് അറിയാനായിട്ട് ചിലപ്പോൾ വൈകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാസ്ബുക്ക് കൂടുതലും ക്യാഷ് ബുക്കിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ? ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാലൻസ്, രണ്ട് അക്കൗണ്ടിലെയും ബാലൻസ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, പേയ്മെന്റ് ബൈ ദ ബാങ്ക് ഓൺ ദ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. പേയ്മെന്റ് നടത്തുകയാണ് ബൈ ദ ബാങ്ക് പേയ്മെന്റ് നടത്തുന്നു ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമറിന് വേണ്ടി ബാങ്ക് പേയ്മെന്റ് നടത്തുന്നു. പലപ്പോഴും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കസ്റ്റമേഴ്സ് പറയാറുണ്ട് ബാങ്കിനോട് പേയ്മെന്റ് നടത്തിക്കോളാൻ പറയാറുണ്ട്. റെന്റ് ആണെങ്കിലും ഇൻഷുറൻസ് പ്രീമിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് നേരിട്ട്, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ടെലിഫോൺ ചാർജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് ആ സമയമാകുമ്പോൾ ബാങ്ക് പേയ്മെന്റ് നടത്തും.
അത് പലപ്പോഴും ബിസിനസ്മാൻ അറിയുന്നില്ല. അപ്പൊ ഇത് ഫസ്റ്റ് പേയ്മെന്റ് പോകുമ്പോൾ അവിടെ മാറ്റം സംഭവിക്കുന്നത് എവിടെയാണ്? പാസ്ബുക്കിലാണ് കുറവ് സംഭവിക്കുന്നത്. പേയ്മെന്റ് നമ്മൾ ആ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ കുറവ് സംഭവിക്കുന്നു. പക്ഷെ ക്യാഷ് ബുക്കിൽ ബിസിനസ്മാന്റെ ക്യാഷ് ബുക്കിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ബിസിനസ്മാൻ അത് അറിയുന്നത് എപ്പോഴായിരിക്കും? ബാങ്ക് അറിയിക്കുമ്പോഴാണ്. ബാങ്ക് അറിയിച്ചതിന് ശേഷമാണ് അവരതിൽ മാറ്റം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരതിൽ മാറ്റം വരുത്തുന്നത്. അപ്പൊ അതുവരെ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. Then അടുത്ത ഡിസോണർ ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. നമ്മളൊരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാണ്. ഡിസോണർ ഓഫ് ദ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. നമ്മൾ എപ്പോഴാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? പല സാഹചര്യങ്ങളിലും നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ വ്യക്തിക്ക്, ആ ബില്ല് കൈവശമുള്ള വ്യക്തിക്ക് എന്താണ് പൈസ അത്യാവശ്യമായിട്ട് വേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ബില്ല് ബാങ്കിൽ കൊണ്ട് കൊടുക്കും. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് പൈസ അപ്പൊ അർജന്റായിട്ട് ആ ക്യാഷ് കൊടുക്കും, ആ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കും. മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അത് പൈസ ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ബില്ല് ആ സമയത്ത് ഡിസോണർ ആയി. അപ്പോൾ നമ്മളിവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു കേസിൽ ബില്ല് എന്താ ചെയ്യുന്നത്? ഡിസോണർ ആവുകയാണ്. ഈ ഡിസോണർ ആവുന്നത് അറിയുന്നത് എപ്പോഴാണ്? ബിസിനസ്മാൻ അറിയുന്നത് പിന്നീടായിരിക്കും, അല്ലെ? ബാങ്ക് ഓൾറെഡി പാസ്ബുക്കിൽ ഇത് ഡിസോണർ ആയി എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും, ബാലൻസ് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ്? ക്യാഷ് ബുക്കിൽ പോയി മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അതായത് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. പാസ്ബുക്ക് ബാലൻസിൽ എന്ത് സംഭവിച്ചു? ഡിസോണർ ആയതുകൊണ്ട്, ആ ബില്ല് ഡിസോണർ ആയതുകൊണ്ട് അവരത് പാസ്ബുക്ക് ബാലൻസ് കുറച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിൽ ഇത് ബിസിനസ്മാൻ അറിയുന്നത് പിന്നീടായിരിക്കും ബാങ്ക് ഇൻഫോം ചെയ്യുക. ആ സമയത്താണ് ബിസിനസ്മാന് ക്യാഷ് ബുക്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ, ബില്ല് ഡിസോണർ ആവുന്ന കേസിൽ എന്ത് ചെയ്യണം? പാസ്ബുക്ക് ബാലൻസിൽ വരുന്ന കുറവ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് ബുക്കിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ കുറച്ച് അധികം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ ഒന്ന് ഓർത്തു വെക്കുക. ഈ ഡിഫറൻസസ് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ ഇതിൽ നമുക്ക് പല സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ 2-3 മാർക്കിന്റെ ആയിട്ട് തന്നെ സിറ്റുവേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഏത് സമയത്താണ് യൂസ് ചെയ്യാന്നുള്ളത്. അതൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. On March 31st, 2017, the cash book of Mr. Srijit, the trader, show a deposit balance of rupees 48,400. His passbook as on that date was rupees 51,880. On comparing the cash book with the passbook, the following difference were observed. നമുക്ക് 31st March 2017 cash book balance തന്നിട്ടുണ്ട് 48,400. ശ്രീജിത്തിന്റെ പാസ്ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ട് 51,880. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ താഴെ തന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2 ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കും ഉണ്ട് പാസ്ബുക്കും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് ഏത് ബാലൻസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ബാലൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം കറക്റ്റ് ആകും. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ പ്രോബ്ലത്തില് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്തായിരിക്കും? ലാസ്റ്റ് കിട്ടുന്നത് പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. ആ പാസ്ബുക്ക് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട് 51,880. ഇതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 48,400. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 48,400 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ബാലൻസ് എങ്ങനെയായിരിക്കും? പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസ് പിന്നെ വരുന്ന നമുക്കൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 എമൗണ്ട് കോളുണ്ട്. ഏത് കുളത്തിലാണ് നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എഴുതേണ്ടത്? ക്യാഷ് ബുക്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരാറ്. ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ നെഗറ്റീവ് ബാലൻസ് വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിന് ഇപ്പൊ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് എഴുതേണ്ടത്.
പ്ലസ് എമൗണ്ട് അല്ലെങ്കിൽ പ്ലസ് കോളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ആഡ് ചെയ്യാം, അതായത് ഫസ്റ്റ് കോളത്തിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് നമ്മൾ 48,400 കാണിച്ചു. നെക്സ്റ്റ് എന്താണ്, ഡയറക്റ്റ് പേയ്മെന്റ് ബൈ 3 കസ്റ്റമർ ടു ദ ബാങ്ക് എമൗണ്ട് ടു ₹7,800. ഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് നടത്തി ബാങ്ക്, അല്ലെ? 3 കസ്റ്റമേഴ്സ് നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണം അടക്കുകയാണ്. എന്നാൽ ഇത് ബിസിനസിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പൊ ബിസിനസിന്റെ ക്യാഷ് ബുക്കില് ഈ 7,800 എന്താണ് വന്നിട്ടില്ല, അതായത് പാസ്ബുക്കിൽ കൂടുകയും ചെയ്തു. അതായത് നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കോളം നമ്മൾ തയ്യാറാക്കുകയാണ്. ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ പാസ്ബുക്കിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആരോ ഇങ്ങോട്ട് പോകണം, ക്യാഷ് ബുക്ക് ടു പാസ്ബുക്ക്. അപ്പൊ നമ്മള് ഇവിടെ ഈ ആരോ വരുന്ന ഭാഗത്തെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ക്യാഷ് ബുക്കിന്റെ കൂടെ ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഏറോ എങ്ങോട്ടാണോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ലെസ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏറോ എങ്ങോട്ടാണോ ഉള്ളത് അതിന്റെ ട്രാൻസാക്ഷൻസ് എടുക്കാനായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്ക് പോലെ പറയുന്നതാണ്. എന്താണ്, ഏറോ എങ്ങോട്ടാണോ ഉള്ളത് അതിന്റെ പോലെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏറോ എങ്ങോട്ടാണ്, ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് പേയ്മെന്റ് നടത്തി കസ്റ്റമർ, 3 കസ്റ്റമേഴ്സ് ഡയറക്റ്റ് പേയ്മെന്റ് നടത്തിയപ്പോൾ സംഭവിച്ചത് എന്താണ്, പാസ്ബുക്കില് ബാലൻസ് കൂടി, അതുകൊണ്ടാണ് പ്ലസ് നമ്മളിവിടെ കാണിച്ചത്. ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളത് ഈക്വലൈസ് ചെയ്യാനായിട്ട് ക്യാഷ് ബുക്കിനെ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണല്ലോ ചെയ്യുന്നത്. പാസ്ബുക്കിൽ കൂടിയിരിക്കുകയാണ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിനെ ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എത്ര രൂപ ആഡ് ചെയ്യണം, 7,800 rupees നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. കാരണം പാസ്ബുക്ക് ബാലൻസിന്റെ ഒപ്പം ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് എത്ര രൂപ ആഡ് ചെയ്യുന്നു, 7,800 ആഡ് ചെയ്യുന്നു. അപ്പൊ 7,800 നമ്മൾ ഇവിടെ കാണിക്കുന്നു, ഈ കോളത്തില് കാണിക്കുന്നു. അടുത്തത് എന്താണ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് 1,200. ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടച്ചു എത്രയാണ്, ബൈ ദ ബാങ്ക്, ബാങ്ക് ആണ് അടച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടച്ചിരിക്കുന്നത് എത്ര രൂപയാണ്, 1,200 ആണ്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, ബിസിനസ്സിന് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് ബാങ്ക് ആണ്, എന്നാൽ അത് ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഫേമിന്റെ ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്തിട്ടില്ല. നേരിട്ട് പേയ്മെന്റ് ബാങ്കിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയി, അതായത് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു, അല്ലെ? പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു, എന്നാൽ ക്യാഷ് ബുക്കിൽ തന്നെയാണ് ആ പേയ്മെന്റ് കുറവ് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഒരു മിസ്മാച്ച് സംഭവിച്ചില്ലേ, പാസ്ബുക്കിൽ കുറവും ക്യാഷ് ബുക്കിൽ കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ പാസ്ബുക്കിന്റെ ഒപ്പം എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കില് നമ്മൾ എന്ത് ചെയ്യണം, 1,200 ലെസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 1,200 ലെസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 1,200 ലെസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബാങ്ക് ചാർജസ് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. പാസ്ബുക്കില് ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്തു. അതായത് എന്താണ്, പാസ്ബുക്കില് 120 ലെസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ക്യാഷ് ബുക്കില് ഈ കുറവ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് ചാർജസ് എന്നുള്ളത് ബാങ്കിൽ നിന്ന് നേരിട്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ പാസ്ബുക്കിൽ കുറവ് സംഭവിച്ചു, എന്നാൽ ക്യാഷ് ബുക്കിൽ ബിസിനസ്സിനെ ഇൻഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് ഈ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെയും മിസ്മാച്ച് സംഭവിച്ചു, പാസ്ബുക്കിൽ കുറവും ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അപ്പൊ നമ്മള് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് ആയതുകൊണ്ട് ഈ കുറവ് എവിടെയും നമ്മൾ കാണിക്കണം, ക്യാഷ് ബുക്കിലും കാണിക്കണ്ടേ? അപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ആരോന്റെ നേരെയുള്ള ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, അല്ലെ? എത്ര രൂപ മൈനസ് ചെയ്യണം, 120 മൈനസ് ചെയ്യണം. കാരണം എന്താണ്, പാസ്ബുക്ക് ബാലൻസിൽ കുറവുള്ളതുകൊണ്ട് ക്യാഷ് ബുക്കിനെ നമ്മൾ അതിനോട് ഈക്വലൈസ് ചെയ്യാനായിട്ട് ക്യാഷ് ബുക്കിലും നമ്മൾ ആ കുറവ് കാണിക്കണം. അപ്പൊ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് 120. അടുത്തത് എന്താണ്, ചെക്ക് ഇഷ്യൂഡ് ടു എ കസ്റ്റമർ ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു കസ്റ്റമർക്ക്, പേയ്മെന്റ് എന്ത് ചെയ്തിട്ടില്ല, ആ പേയ്മെന്റ് നേടി പോയിട്ടില്ല 6,000. അപ്പൊ ചെക്ക് ഇഷ്യൂ ചെയ്തു കസ്റ്റമർക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോ തന്നെ എന്ത് ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസിൽ അത് കുറവ് വന്നു, അല്ലെ? ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോ ക്യാഷ് ബുക്ക് ബാലൻസിൽ ചെക്ക് കൊടുത്തപ്പോൾ എന്താണ്, കുറവ് കാണിച്ചു. എന്നാൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ലേ പേയ്മെന്റിന്. പ്രസന്റ് ചെയ്യാത്തടത്തോളം കാലം പാസ്ബുക്ക് ബാലൻസിൽ ഈ എമൗണ്ട് തന്നെയാണ്, കുറവ് വന്നിട്ടില്ല, അവിടെ കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെയും മിസ്മാച്ച് സംഭവിച്ചു, ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ക്യാഷ് ബുക്കിൽ കുറവും പാസ്ബുക്കിൽ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിനെ പാസ്ബുക്കില് പോലെ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, എത്ര രൂപ ആഡ് ചെയ്ത് കാണിക്കണം, 6,000 ആഡ് ചെയ്ത് കാണിക്കണം. കാരണം എന്താണ്, 6,000 rupees
നമ്മൾ പാസ്ബുക്കിൽ കൂടുതലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ ഈക്വലൈസ് ചെയ്യാനായിട്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് അത് ചെയ്യണം, അതായത് ആഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് നമ്മൾ ആഡ്, അതായത് ആഡ് കോളത്തില് നമ്മൾ എന്താണ് പ്ലസ് കോളത്തില് 6000 കാണിച്ചു. ഓക്കെ അല്ലേ. അടുത്തത് ഫോർ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ് എമൗണ്ട് റുപ്പീസ് 9000. അപ്പൊ ബിസിനസ്സിന് 4 ഡെപ്റ്റേഴ്സിൽ നിന്ന് ചെക്ക് കിട്ടി. ഈ ചെക്ക് കിട്ടിയത് എന്ത് ചെയ്തു, ബിസിനസ് അപ്പോൾ തന്നെ അവരുടെ ക്യാഷ് ബുക്കിൽ 4 ചെക്ക് കിട്ടിയതിന്റെ എമൗണ്ട് 9000 എഴുതി അല്ലെ. ബാങ്കിന് ബിസിനസിന്റെ അല്ലെങ്കിൽ ഫേമിന്റെ ക്യാഷ് ബുക്കിൽ ഈ 9000 എന്താണ് കൂടിയിരിക്കുകയാണ്, 9000 കൂട്ടി കാണിച്ചു. എന്നാൽ ഇത് കളക്ഷന് പോയി ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലാണ് അവിടെ പാസ്ബുക്കിൽ കൂടുള്ളൂ. അപ്പൊ പാസ്ബുക്കിൽ എന്താണ്, അത് കുറവാണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ കാണാം മിസ്മാച്ച് സംഭവിച്ചു, ക്യാഷ് ബുക്കിൽ കൂടുതലും പാസ്ബുക്കിൽ കുറവാണുള്ളത്. അപ്പൊ നമ്മൾ അത് ഈക്വലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അത് ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മളത് പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം, അതായത് ക്യാഷ് ബുക്കിൽ നിന്ന് അത് കുറയ്ക്കണം, 9000 കുറവ് കാണിക്കണം. കാരണം ക്യാഷ് ബുക്കിൽ കൂട്ടി ഇട്ടിരിക്കുകയാണ് 9000. ആ 9000 നമ്മൾ പാസ്ബുക്ക് ആയിട്ട് ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ എത്രയാണ്, 9000. ഇവിടെ നമ്മൾ മൈനസ് കോളത്തിലാണ് എഴുതുന്നത് 9000. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാതെ ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 51,880 ആണ് അല്ലെ. 51,880 ആണ് ചെയ്യുക. അപ്പൊ 880 ആണ് കിട്ടുന്നത്. നമുക്ക് അതാണ് ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ പാസ്ബുക്കിലുള്ളത്. അപ്പൊ നമ്മൾ അത് റീകൺസൈൽ ചെയ്തു. റീകൺസൈൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് കാണിക്കുന്നത്, 51,880 ആണ് നമുക്ക് വരുന്നത്. 51,880 ആണ് വരുന്നത്. ടോട്ടൽ നമ്മൾ ചെയ്യുന്നു 62,200 നമ്മൾ 2 കോളത്തിലും എഴുതുന്നു. ബാക്കി ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ബാലൻസ് എന്താണ്, ബാലൻസ് 51,880 ആണ് പാസ്ബുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത്. പാസ്ബുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത് എത്രയാണ്, 51,880 ആണ്. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയും ശ്രദ്ധിക്കാം. ഈ ആരോ എവിടെയുള്ളതിന്റെ ആരോ എവിടേക്കാണുള്ളത്, ആരോ പാസ്ബുക്കിലേക്കാണുള്ളത്. അപ്പൊ അവിടെയുള്ള പ്ലസ് ആണോ മൈനസ് ആണോ വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് 7,800 എന്താണ് ചെയ്തത്, ആഡ് ചെയ്തു അല്ലെ. ഇപ്പൊ നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ എന്താ വന്നിട്ടുള്ളത്. നാലാമത്തെ ട്രാൻസാക്ഷൻ ഏതാണ്, 1, 2, 3, 4. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഇവിടെയും എന്താണ് ആഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ലെസ് ചെയ്തിട്ടുള്ളത്, 2, 3, അതുപോലെ തന്നെ 5 ട്രാൻസാക്ഷൻ ആണ് ലെസ് വന്നിട്ടുള്ളത് അല്ലെ. 2, 3, 5 ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ നോക്കാം. കാര്യം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം ഈക്വലൈസ് ചെയ്യാനായിട്ട്, റിക്കൺസിൽ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക.